ഒരു വശത്ത് ഫ്രഞ്ച് പട അപരാജിത കുതിപ്പുമായി സെമിയിൽ കടന്നിരിക്കുന്നു. എംബാപ്പയെയും സംഘത്തെയും ആര് പിടിച്ചുകെട്ടുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും സെമിയിൽ ഫ്രാൻസിനെ ആര് നേരിടുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് രാത്രി നടക്കുന്ന ക്വാർട്ടർ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രില്ലർ ആയിരിക്കുമെന്നാണ് ഫുട്ബോൾ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റുമുട്ടുന്നത് യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ബെൽജിയവും ആയതിനാൽ തന്നെ അങ്ങനെ പ്രതീക്ഷിച്ചല്ലേ പറ്റൂ. ഇരു ടീമുകളും അവസാനം നേർക്കുനേർ വന്നത് 10 കൊല്ലങ്ങൾക്ക് മുൻപ് 2016-ൽ, അതും സൗഹൃദ മത്സരത്തിൽ. അന്ന് ഡേവിഡ് സിൽവയുടെ ഇരട്ട ഗോൾ മികവിൽ ബെൽജിയത്തെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സ്പെയിൻ കെട്ടുകെട്ടിച്ചു. ഇപ്പോഴിതാ 36 കൊല്ലത്തിന് ശേഷം സ്പെയിനും ബെൽജിയവും വിശ്വവേദിയിൽ ഏറ്റുമുട്ടുന്നു. ഇതിനു മുൻപ് 2 തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. 1986-ൽ ആദ്യ പോര്. അന്ന് ഷൂട്ടൌട്ടിൽ ബെൽജിയം വിജയിച്ചു. എന്നാൽ തൊട്ടടുത്ത ലോകകപ്പിൽ 1-2 ഗോളുകൾക്ക് ജയിച്ച് സ്പെയിൻ കണക്ക് തീർത്തു. നിലവിലെ യൂറോ ജേതാക്കളായ സ്പെയിൻ മികച്ച ഫോമിലാണ്. ഒരു കളി പോലും തോൽക്കാതെയാണ് ക്വാർട്ടറിലെത്തിയത്. പ്രീ ക്വാർട്ടറിൽ വീഴ്ത്തിയത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ. ലമൈൻ യമാൽ, മൈക്കൽ ഓയർസബാൽ, അലക്സ് ബയേന, പെഡ്രി, റോഡ്രി, ഓ എന്തൊരു ലൈനപ്പാണിത്! സൂപ്പർ താരങ്ങളുടെ വൻ നിര. അതുമാത്രമല്ല, ഒരു താരത്തിനും ഒരു ടീമിനും ഉനൈ സിമൺ കാവൽ നിൽക്കുന്ന സ്പാനിഷ് ഗോൾവല കുലുക്കാനായിട്ടില്ല. 2010-ന് ശേഷം ലോകത്തിന്റെ നെറുകയിലെത്താനുള്ള കുതിപ്പിലാണ് ലാ റോജ. എന്നാൽ ബെൽജിയം ഒട്ടും നിസ്സാരക്കാരല്ല. സുവർണ തലമുറ ഏറെക്കുറെ കളമൊഴിഞ്ഞെങ്കിലും സൂപ്പർ താരങ്ങൾക്ക് കുറവില്ല ബെൽജിയം നിരയിൽ. കെവിൻ ഡിബ്രൂയിൻ, റൊമേലു ലുക്കാക്കു, ജെറമി ഡോക്കു, ചാൾസ് ഡി കെറ്റലൈര, ലിയാൻഡ്രോ ട്രൊസാർഡ്, യോരി ടിലേമാൻസ്, ഇവർക്കൊപ്പം ഗോൾ കീപ്പർ തിബോ ക്വാട്ടുവ. വീറും വാശിയോടെ പൊരുതാൻ പേരു കേട്ടവരാണ് ബെൽജിയം. സെനഗലിനെതിരെ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം 3 ഗോളടിച്ച് തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. അവസാന 4-ലെത്താൻ അവർ കയ്യും മെയ്യും മറന്ന് പൊരുതുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്ന ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ തീ പാറുമെന്ന് ഉറപ്പാണ്.